കുട്ടി 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. സോഷ്യൽ സയൻസ് ആണ്. സൂര്യനിൽ നിന്ന് ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തുകിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവഗണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. അവലംബം ഭൂമി സനാഥയാണ്. ഭൂമി സനാഥയാണ് ആരുടെയാണ്? വയലാർ രാമവർമ്മയുടെയാണ്. സൂര്യനിൽ നിന്ന് അടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണികകളെ വാരിച്ചൂടി നിൽക്കുന്ന ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത്. അന്തരീക്ഷം, ജലം, അനുകൂലമായ കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളമാണ്. ഭൂമിയുടെ ആകൃതി, ചലനങ്ങൾ, മറ്റ് സവിശേഷതകൾ എന്നിവ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭൂഗോളാകൃതി തന്നെയാണോ ഭൂമിക്കുള്ളത്? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ധ്രുവങ്ങളിൽ അല്പം പരന്നാണിരിക്കുന്നത്, മധ്യഭാഗം അല്പം തള്ളിയാണ് നിൽക്കുന്നത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. ഭൗമോപരിതലത്തിലെ സവിശേഷതകൾ കണ്ടെത്താനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബിനെ നെടുകയും കുറുകയുമുള്ള രേഖകൾ എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഈ രേഖകൾ കൂടുതൽ സവിശേഷതകളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെയാണ് അക്ഷാംശ രേഖകൾ, ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവയെന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾ നോക്കൂ. ചിത്രം 4.1 നിരീക്ഷിച്ച് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണെന്ന് കണ്ടെത്തൂ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് കണ്ടെത്തിയല്ലോ. ഇതാണ് ഭൂമധ്യരേഖ. ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് കണ്ടല്ലോ. എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണ് ഉള്ളത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. അക്ഷാംശ രേഖകൾ വരച്ചു നോക്കുക. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളമായി സങ്കല്പിക്കുക. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം എന്നറിയപ്പെടുന്നു ഉത്തരാർദ്ധഗോളം എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളത്തെ എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധഗോളം, സൗത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. അടുത്ത ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ദക്ഷിണാർദ്ധഗോളത്തിൽ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 2 അർദ്ധഗോളത്തിനും ഇടയിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ആഫ്രിക്കയും തെക്കേ അമേരിക്കയും. ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവ 2 അർദ്ധഗോളത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്നു. ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശ വൃത്തം. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ? അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തരധ്രുവം നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണഗോളം എന്നും അറിയപ്പെടുന്നു. ഭൂമധ്യരേഖ അഥവാ 0 ഡിഗ്രി അക്ഷാംശ വൃത്തം. ഇത് ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായും കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ എന്തെന്നറിയപ്പെടുന്നു? ഉത്തരധ്രുവം നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം.
ചിത്രത്തിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നിരീക്ഷിച്ചു. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാണ് അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് എന്നറിയപ്പെടുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമിയുടെ ഭ്രമണം നടക്കുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൽ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചരിവുണ്ട്. അച്ചുതണ്ടിൻ്റെ ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചരിവുണ്ട് അച്ചുതണ്ടിന്. 0 ഡിഗ്രി ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ, 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം, 66 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം, 90 ഡിഗ്രി വടക്ക് 90 ഡിഗ്രി തെക്ക് ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം. ഭൂമധ്യരേഖയുടെ ഡിഗ്രി അളവ് എത്രയാണ്? 0 ഡിഗ്രി. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്, ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്ക്, അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി തെക്ക്. അടുത്തതാണ് രേഖാംശ രേഖകൾ, ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. 1% ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും. 0 ഡിഗ്രി രേഖാംശ രേഖയെ എന്ത് പറയുന്നു? പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നതുകൊണ്ട് ഗ്രീനിച്ച് രേഖയെന്നും പറയുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നും ഗ്രീനിച്ച് രേഖയെന്നും അറിയപ്പെടുന്നുണ്ട്. അത് ലണ്ടനിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ ഈ രേഖ കടന്നു പോകുന്നതുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖയെന്ന് അറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വരയ്ക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ ഒരു നേർരേഖയല്ല. കാരണം എന്താണ്? പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശ രേഖകളെ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം രേഖപ്പെടുത്തുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത് 4.9 നോക്കൂ ചിത്രം. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണിത്. ഇതിനെ ഗ്രാറ്റിക്കൂൾ എന്ന് വിളിക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്കൂൾ എന്നാണ് വിളിക്കുന്നത്. അറ്റ്ലസുകളിലും ഭൂപടങ്ങളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ സാധിക്കും. അതായത് ഗ്രാറ്റിക്കൂളിനെ കാണാൻ സാധിക്കും. ചിത്രം നിരീക്ഷിച്ച് ഇന്ത്യയുടെ സ്ഥാനം കണ്ടെത്താനെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെ. അത് രേഖാംശം എങ്ങനെയാണ്? 68 ഡിഗ്രി 7 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെ. അത് ഭൂപ്രക്ഷേപങ്ങൾ മാപ്പ് പ്രൊജക്ഷൻ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രക്ഷേപങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ
ജാലികകളാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ-രേഖാംശങ്ങളുടെ ജാലികയാണ്. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്ന ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും? ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവപ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ? ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക. ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടങ്ങളേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗോളാകൃതിയുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? ഇതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു. അക്ഷാംശ-രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിറ്റ്യൂഡ് ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയെയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അക്ഷാംശ-രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ്സ് സജ്ജീകരിച്ച് അക്ഷാംശ-രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. സിലിണ്ടറിക്കൽ പ്രക്ഷേപം ഒന്നാമത്തെയാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. രേഖാപ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്തുന്നതാണ്. അക്ഷാംശ-രേഖാംശങ്ങളുടെ ജാലിക പകർത്തുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ-രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. അടുത്ത ശീർഷക പ്രക്ഷേപം എന്താണ്? പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. കോണിക്കൽ പ്രക്ഷേപം എന്താണ്? കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ-രേഖാംശ രേഖകളുടെ ജാലിക നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ്. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ-രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപണ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അക്ഷാംശ-രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ-രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. 3 തരം ഭൂപ്രക്ഷേപങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സങ്കേതവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് എന്താണ് ഭൂവിവര വ്യവസ്ഥ? ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളാക്കി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. എന്താണ് ഭൂവിവര വ്യവസ്ഥ? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിക്കുവാനും ഉള്ള സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായ ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ-രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു.
ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത, വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നു. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായന അനിവാര്യമാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.